വെൽക്കം ടു ഫ്രീക്വൻസി ഇൻവെസ്റ്റ്മെന്റ്സ്. മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ നിങ്ങൾ? പക്ഷെ നിങ്ങൾക്ക് ഏത് മ്യൂച്വൽ ഫണ്ട്സ് എടുക്കണമെന്ന് യാതൊരുവിധ ഐഡിയ ഇല്ല. ഡോണ്ട് വറി, വി ആർ ഹിയർ. സോ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ട മ്യൂച്വൽ ഫണ്ട്സ്, നിങ്ങളുടെ ഗോളിനനുസരിച്ചിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്സ് എങ്ങനെ സെലക്ട് ചെയ്യാന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഗൈഡൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓൾസോ സാധാരണഗതിയിൽ ആളുകൾ കോമൺ ആയിട്ട് മേക്ക് ചെയ്യുന്ന മിസ്റ്റേക്സും അതെങ്ങനെ റിസോൾവ് ചെയ്യാമെന്നും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ബൈ ദ എൻഡ് ഓഫ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ആദ്യത്തെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് ആണ്. ഇവിടെ എന്നെയും നിങ്ങളെയും പോലെയുള്ള ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഫണ്ട് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഫണ്ട് മാനേജർ അടുത്ത് ഏൽപ്പിക്കുന്നു. സോ ഈ ഫണ്ട് മാനേജേഴ്സ് സ്റ്റോക്ക്, ബോണ്ട്, ഗോൾഡ് പോലെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡൈവേഴ്സ് ആയിട്ടുള്ള സെക്യൂരിറ്റീസിൽ ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഇൻവെസ്റ്റ്മെന്റ്സിലൂടെ ജനറേറ്റ് ചെയ്യുന്ന റിട്ടേൺസ് ഈ പറയുന്ന ഇൻവെസ്റ്റേഴ്സിന് പ്രോഫിറ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. സോ ജസ്റ്റ് ഇമാജിൻ ദിസ്: 100 ആളുകൾ 1000 രൂപ വെച്ചിട്ട് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഫണ്ട് മാനേജർ അടുത്ത് ഫണ്ട് ഏൽപ്പിക്കുന്നു. ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള ഫണ്ട് മാനേജേഴ്സ് ഈ ഒരു 1 lakh രൂപ ഇൻഫോസിസ്, റിലയൻസ് പോലുള്ള കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഈ കമ്പനീസ് ഗ്രോ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ സ്റ്റോക്സ് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന സമയത്ത് ഈ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടിന്റെ വാല്യൂം ഇൻക്രീസ് ആവും. സോ ഇങ്ങനെ ജനറേറ്റ് ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് ഈ ഇൻവെസ്റ്റേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് കൂടുതൽ ആളുകൾ മ്യൂച്വൽ ഫണ്ട്സ് പ്രിഫർ ചെയ്യുന്നത്? ഫസ്റ്റ് റീസൺ, ഡൈവേഴ്സിഫിക്കേഷൻ. അതായത് ഇവിടെ നിങ്ങളുടെ ഫണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള അസറ്റ് ക്ലാസ്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത്. സോ മാർക്കറ്റ് റിസ്ക് കമ്പാരിറ്റീവ്ലി ആവറേജ് ആയിരിക്കും. പ്രൊഫഷണൽ മാനേജ്മെന്റ്, വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഫണ്ട് മാനേജേഴ്സാണ് ഇവിടെ നിങ്ങളുടെ ഫണ്ട് മാനേജ് ചെയ്യുന്നത്. ഫ്ലെക്സിബിലിറ്റി, നിങ്ങളുടെ ഗോളിനനുസരിച്ചിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്സ് ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. അതിന് മാസങ്ങളാവട്ടെ വർഷങ്ങളാവട്ടെ. ആക്സസിബിലിറ്റി, ഇവിടെ 500 രൂപ മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. ടാക്സ് ബെനിഫിറ്റ്സ്, ELSS പോലുള്ള മ്യൂച്വൽ ഫണ്ട്സിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടാക്സ് ഡിഡക്ഷൻസ് അവൈലബിൾ ആണ്. മ്യൂച്വൽ ഫണ്ട്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് കോമൺ ആയിട്ട് ആളുകൾ വരുത്തുന്ന കുറച്ച് മിസ്റ്റേക്സ്. അതിൽ ആദ്യത്തെ മിസ്റ്റേക്ക്, ചേസിങ് ഹൈ റിട്ടേൺസ്. മോസ്റ്റ് ബിഗിനേഴ്സ് പാസ്റ്റ് റിട്ടേൺസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് മ്യൂച്വൽ ഫണ്ട്സ് സെലക്ട് ചെയ്യുന്നത്. ഈ പാസ്റ്റ് റിട്ടേൺസ് അല്ലെങ്കിൽ കറണ്ട് റിട്ടേൺസ് വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നാമെങ്കിലും ഇതൊരിക്കലും ഫ്യൂച്ചർ പെർഫോമൻസ് ഗ്യാരണ്ടി ചെയ്യുന്നില്ല. നെക്സ്റ്റ് വൺ, ഗോളോ ടാർഗറ്റോ ഇല്ലാതെ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അതായത് നിങ്ങൾ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഗോൾ എപ്പോഴും ഉണ്ടായിരിക്കണം. അല്ലാതെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ ഫണ്ടിന്റെ ഒബ്ജക്റ്റീവും നിങ്ങളുടെ ഗോളും തമ്മിൽ മാച്ച് ആവില്ല. സോ അറ്റ് ലാസ്റ്റ് നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഗോൾ ഒരു ഷോർട്ട് ടേം പീരീഡിലേക്കുള്ളതാണ് എന്നുണ്ടെങ്കിൽ, ഒരു വിത്തിൻ 5 years ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെപ്റ്റ് ഫണ്ട് പോലെ വളരെ റിസ്ക് കുറഞ്ഞിട്ടുള്ള ഫണ്ടുകൾ ചൂസ് ചെയ്യാം. ഇനി ലോങ് ടേം പീരീഡ് ആണ്, മോർ ദാൻ 5 years ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇക്വിറ്റി ഫണ്ട്സ്, ഇൻഡെക്സ് ഫണ്ട്സ് പോലുള്ള ഫണ്ട്സ് ചൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ, ഇഗ്നോറിംഗ് ദ റിസ്ക്. പല ആളുകളും ഫണ്ട് ചൂസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ റിസ്ക് ഇഗ്നോർ ചെയ്യാറുണ്ട്. അതായത് ഇക്വിറ്റി ഫണ്ട്സ് ഡെപ്റ്റ് ഫണ്ട്സിനെക്കാട്ടും കൂടുതലായിട്ട് റിസ്ക് ക്യാരി ചെയ്യുന്ന ഒന്നാണ്. സോ എപ്പോഴും ഫണ്ട് ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രത്തോളം റിസ്ക് ടോളറേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് ആദ്യം മനസ്സിലാക്കണം. മാർക്കറ്റിലുള്ള ഫ്ലക്ച്വേഷൻസ് നിങ്ങളെ ആങ്ഷ്യസ് ആക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു ഹൈബ്രിഡ് ബാലൻസ്ഡ് ആയിട്ടുള്ള ഫണ്ട്സ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നെക്സ്റ്റ് വൺ, ഇഗ്നോറിംഗ് ദി കോസ്റ്റ്. എല്ലാ മ്യൂച്വൽ ഫണ്ട്സിനും ഒരു ഫീസ് ചാർജ് ചെയ്യും. ഈ ഫീസിനെ നമ്മൾ എക്സ്പെൻസ് റേഷ്യോ എന്നാണ് പറയുക. ഹൈ എക്സ്പെൻസ് റേഷ്യോ നിങ്ങളുടെ റിട്ടേൺസിനെ റെഡ്യൂസ് ചെയ്യും. സോ എപ്പോഴും എക്സ്പെൻസ് റേഷ്യോ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതായത് പാസീവ് ഫണ്ട്സിനേക്കാൾ കൂടുതൽ എക്സ്പെൻസ് റേഷ്യോ കൂടുതലായിരിക്കും എപ്പോഴും ആക്റ്റീവ്ലി മാനേജ്ഡ് ഫണ്ട്സിന്. നിങ്ങൾക്ക് വേണ്ട റൈറ്റ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് എങ്ങനെ സെലക്ട് ചെയ്യാം? സ്റ്റെപ്പ് 1, ഡിഫൈൻ യുവർ ഗോൾ. നിങ്ങളുടെ ഗോൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. സ്റ്റെപ്പ് 2, അസസ് യുവർ റിസ്ക് അപ്പറ്റൈറ്റ്. മാർക്കറ്റിലുള്ള അപ്പ് ആൻഡ് ഡൗൺസുമായിട്ട് നിങ്ങൾ എത്രത്തോളം കംഫർട്ടബിൾ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് എത്രത്തോളം റിസ്ക് ടോളറേറ്റ് ചെയ്യാൻ കഴിയുമെന്നും നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ഇക്വിറ്റി ഫണ്ട്സ്. നിങ്ങൾ കുറച്ചും കൂടി സേഫ്റ്റി ആണ് പ്രിഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈബ്രിഡ്, ബാലൻസ്, ഡെപ്റ്റ് ഫണ്ട്സ് പ്രിഫർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഒരാൾ റിട്ടയർമെൻറ്റിന് വേണ്ടി പ്ലാൻ ചെയ്യാണ്. അയാളുടെ മുന്നിൽ ഒരു 30 വർഷമുണ്ട്. സോ ഇതൊരു ലോങ് പീരീഡ് ആണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് കുറച്ചും കൂടി റിസ്കി ആയിട്ടുള്ള ഇക്വിറ്റി ഫണ്ട്സ് പ്രിഫർ ചെയ്യാം. ഇനി മറ്റൊരു സാധ്യത, ഒരാൾ അയാളുടെ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ കോളേജ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഫണ്ട് സേവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സോ അയാളുടെ മുന്നിൽ ഒരു 5 വർഷം മുന്നിലുണ്ടെന്ന് വിചാരിക്കുക. ഇങ്ങനെ 5 വർഷം മുന്നിലുള്ളത് കൊണ്ട് തന്നെ ഇതൊരു ഷോർട്ട് ടേം പീരീഡ് ആയതുകൊണ്ടും കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള ഹൈബ്രിഡ്, ബാലൻസ്ഡ് ആയിട്ടുള്ള ഫണ്ട് അയാൾക്ക് ചൂസ് ചെയ്യാം. സ്റ്റെപ്പ് 3, കമ്പയർ ഫണ്ട്സ്. എപ്പോഴും മ്യൂച്വൽ ഫണ്ട്സ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വാല്യൂ റിസർച്ച്, മോർണിംഗ് സ്റ്റാർ, ഗ്രോ പോലെയുള്ള പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യാം. എന്തൊക്കെ കമ്പയർ ചെയ്യണം? ഫസ്റ്റ് വൺ, റിട്ടേൺസ്.
ഒരു 3 to 5 ഇയേഴ്സ് ആയിട്ട് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണം. സെക്കൻഡ് വൺ, എക്സ്പെൻസ് റേഷ്യോ, ലോവർ ഇസ് ബെറ്റർ. തേർഡ് വൺ, ഫണ്ട് മാനേജേഴ്സ്. അത്യാവശ്യം നല്ല ഗുഡ് ട്രാക്ക് റെക്കോർഡുള്ള ഫണ്ട് മാനേജേഴ്സ് നമ്മൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണം. ഗോൾ ബേസ്ഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് സെലക്ഷൻ്റെ കുറച്ച് റിയൽ ലൈഫ് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ആദ്യത്തത് റിട്ടയർമെൻറ്റ് പ്ലാൻ. സോ ഇതൊരു 5+ ഇയേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്കിതൊരു ലോങ് ടേം ഗോൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ ടേക്ക് ദിസ് ആസ് എൻ എക്സാമ്പിൾ. മനോജിന് പേരുള്ള 35 വയസ്സായിട്ടുള്ള ഒരാൾ, അയാൾ റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യാണ്. സോ അയാളുടെ മുന്നിൽ ഒരു ലോങ് ടേം പീരീഡ് ഉണ്ടായതുകൊണ്ട് തന്നെ ഹയർ റിട്ടേൺസ് ലഭിക്കുന്ന ഇക്വിറ്റി ഫണ്ട്സ് പോലെയുള്ള ഫണ്ട്സ് ചൂസ് ചെയ്യാം. സോ അദ്ദേഹത്തിന് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഫണ്ട്സ് ഈ കാണുന്നതൊക്കെയാണ്. മിഡ് ടേം ഗോൾ. ഫോർ എക്സാമ്പിൾ, ഒരാൾ അയാളുടെ കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഒരു 7 വർഷത്തേക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നു. സോ ഇങ്ങനെയുള്ള ഗോൾസ് ആവുന്ന സമയത്ത് ഇക്വിറ്റി, ഡെപ്റ്റ് പോലെയുള്ള കോമ്പിനേഷൻ ആയിട്ടുള്ള ബാലൻസ്ഡ് ആൻഡ് ഹൈബ്രിഡ് ഫണ്ട്സ് ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഫണ്ട്സാണ് ഈ കാണുന്നതൊക്കെ. ഷോർട്ട് ടേം ഗോൾ. ഫോർ എക്സാമ്പിൾ, ഒരാളുടെ വെഡ്ഡിങ്ങിന് വേണ്ടി പ്ലാൻ ചെയ്യുകയാണ് വിത്തിൻ 2-3 ഇയേഴ്സ്. സോ ഇങ്ങനെ വളരെ ഷോർട്ട് ടേമിലുള്ളതായതുകൊണ്ട് തന്നെ മാക്സിമം റിസ്ക് റെഡ്യൂസ് ചെയ്തുകൊണ്ടുള്ള പ്ലാൻസ് ആയിരിക്കും ആളെപ്പോഴും നോക്കുക. സോ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഡെപ്റ്റ് ഓർ ബോണ്ട് ഫണ്ട്സ് ആയിരിക്കും കുറച്ചും കൂടി കൺവീനിയൻറ്റ്. ടിപ്സ് ടു അവോയ്ഡ് കോമൺ മിസ്റ്റേക്സ്. ഇനി ഞാൻ പറയുന്ന ടിപ്സ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും മൈൻഡിൽ വെക്കണം. ഫസ്റ്റ് വൺ, നിങ്ങൾ ഒരിക്കലും മാർക്കറ്റിലുള്ള ഫോൾസിൽ പാനിക്കായിട്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വിഡ്രോ ചെയ്യരുത്. അവോയ്ഡ് ഓവർ ഡൈവേഴ്സിഫിക്കേഷൻ. നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ 2-3 മ്യൂച്വൽ ഫണ്ട്സ് തന്നെ ധാരാളമാണ്. റീഅസസ് യുവർ പോർട്ട്ഫോളിയോ റെഗുലർലി. ഡെയിലി, വീക്ക്ലി നിങ്ങളുടെ പോർട്ട്ഫോളിയോ ചെക്ക് ചെയ്യുന്നത് വഴി മേ ബി മാർക്കറ്റിലെ ഫ്ലക്ച്വേഷൻസ് കാരണം നിങ്ങൾ പാനിക് ആകാനുള്ള സാധ്യതയുണ്ട്. സോ വൺസ് ഇൻ എ ഇയർ ഓർ 6 months കൂടുമ്പോൾ മാത്രം നിങ്ങളുടെ പോർട്ട്ഫോളിയോ നിങ്ങളുടെ ഗോൾസുമായിട്ട് അലൈൻ ചെയ്ത് പോകുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. സോ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ ഗോളിനനുസരിച്ചുള്ള മ്യൂച്വൽ ഫണ്ട്സ് എങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. സോ ഇതുപോലെയുള്ള ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിന് ഫ്രീക്വൻസി ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.